കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. ഭാര്യയുടെ ചികിത്സയ്ക്കായി ചെലവ് കണ്ടെത്താൻ സ്വന്തമായി നിർമ്മിച്ച സ്റ്റിക്കർ ആർട്ട് രചനകളുടെ വിൽപ്പനയ്ക്കൊരുങ്ങുകയാണ് കണ്ണൂരിലെ പ്രശസ്ത ചിത്രകാരനായ മനോജ് മാത്രാടൻ. ജൂൺ 26-27 തീയതികളിൽ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലാണ് പ്രദർശനം ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിത്രകലാ പരിഷത്തിന്റെ ആജീവനാന്ത അംഗവും പ്രശസ്ത ചിത്രകാരനുമായ മനോജ് മാത്രാടന്റെ സഹധർമ്മിണി ഗുരുതരമായ നേത്രരോഗം ബാധിച്ച എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണുള്ളത്. ഇതുവരെയുള്ള ചികിത്സയ്ക്കും മറ്റുമായി ഭീമമായ തുക ചെലവായിട്ടുണ്ട്. മാസങ്ങളോളം വേണ്ടുന്ന തുടർ ചികിത്സയ്ക്കും അനുബന്ധ ചെലവുകൾക്കുമായി ഇനിയും വൻതുക ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ സാമ്പത്തിക ഭാരം താങ്ങാൻ ആ കുടുംബത്തിന് കഴിയില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ സംഘടനയായ കണ്ണൂർ ചിത്രകം പരിഷത്തിന്റെ സഹകരണത്തോടെ സ്വന്തം രചനകൾ വിൽപ്പന നടത്താൻ ഒരുങ്ങുകയാണ് മനോജ്. ബംഗളൂരുവിൽ ഡിജിറ്റൽ ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നതിനിടയിൽ മനോജ് കരവിരുതിൽ നിർമ്മിച്ചെടുത്ത സൃഷ്ടികളാണിവ. മനോജിന്റെ സൃഷ്ടികൾക്കൊപ്പം കണ്ണൂർ ജില്ലയിലെ ചിത്രകൃത്തുക്കളുടെ ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തുന്നു. ജൂൺ 26-27 തീയതികളിൽ മഹാത്മാ മന്ദിരത്തിലാണ് പ്രദർശനം ഒരുക്കുന്നത്. പ്രദർശനം 26-ന് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക ലക്ഷ്യം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന ഈ പ്രദർശനത്തിൽ പരമാവധി ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന തുക ആ കുടുംബത്തിന് സഹായമാകുമെന്ന് കരുതുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. ചിത്രസാന്ത്വനം എന്ന പേരിൽ നടത്തുന്ന പ്രദർശന വിൽപ്പനയിൽ 50 ചിത്രങ്ങളും മറ്റ് കലാകാരന്മാരുടെ ചിത്രങ്ങളും ഉണ്ടാകും. തൻ്റെ ഭാര്യയുടെ ചികിത്സക്കായി ചെലവ് കണ്ടെത്താൻ വേണ്ടി സ്വന്തമായി രചിച്ച സ്റ്റിക്കർ ആർട്ടുകളുടെ ഒരു പ്രദർശനവും അതോടൊപ്പം അതിൻ്റെ വിൽപ്പനയും ആണ് ലക്ഷ്യമിടുന്നത്. നമ്മുടെ ചിത്രകലാ പരിഷത്തിൻ്റെ ആജീവനാന്ത അംഗവും അതുപോലെ തന്നെ ചിത്രകാരനുമായ മനോജ് മാത്രാടൻ. അവരുടെ ഭാര്യ കഴിഞ്ഞ 2 മാസമായി അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. മാരകമായ ഒരു നേത്രരോഗത്തെ തുടർന്ന് ഒരു കണ്ണ് നീക്കം ചെയ്യുകയാണുണ്ടായത്. അപ്പോൾ ആ നീക്കം ചെയ്തതിൻ്റെ ബാക്കി എന്ന നിലയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അതിൻ്റെ തുടർ ചികിത്സക്കും മറ്റുമായി ഭീമമായൊരു തുക ചെലവാക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നാട് പയ്യന്നൂരാണ്. പയ്യന്നൂർ കാനായി ഭാഗത്താണ്. കാനായിലെ ഉണ്ണിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷേ അവിടുന്ന് ആ നാട്ടിലെ ആളുകളൊക്കെ തന്നെ ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സാ സഹായ കമ്മിറ്റിയായി പോവുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് അതിൻ്റെ ഒന്നിച്ച് സമാന്തരമായിക്കൊണ്ട് നമ്മുടെ ചിത്രകലാ പരിഷത്തിൻ്റെ ഒരു അംഗം എന്ന നിലയിൽ ആ ചിത്രകലാ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അതിൻ്റെ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് സാന്ത്വനം എന്ന പേരിൽ, ചിത്രസാന്ത്വനം എന്ന പേരിലാണ് അത് ചെയ്യുന്നത്. പ്രമോദ് അടുത്തില, സലീഷ് ചെറുപുഴ, നിഷ ഭാസ്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.